ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നും ആ കാലത്തെക്കുറിച്ചും ആ ദേശത്തെക്കുറിച്ചും ചിന്തിപ്പാനായിട്ട് നമുക്കിടയായിത്തീർന്നു. തുടർന്ന് നാം ശ്രദ്ധിക്കുമ്പോൾ ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്ത് ഒരിക്കൽ ദേശത്ത് ക്ഷാമമുണ്ടായി എന്ന് വായിപ്പാനായിട്ട് നമുക്കിടയായിത്തീരുന്നു. സാധാരണയായി ആ ദേശത്ത് സംഭവിക്കേണ്ട ഒന്നല്ല ഈ ക്ഷാമം എന്നുള്ളത്. കാരണം ആ ദേശത്തെക്കുറിച്ച് ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൽ വളരെ സവിസ്തരം പ്രസ്താവിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവുകളും തടാകങ്ങളുമുള്ള ദേശമാണ്. ഒലിവൃക്ഷവും തേനും ഉള്ള ദേശം, സുഭിക്ഷമായി ഉപജീവനം കഴിയാകുന്ന ദേശമാണത്. മാത്രമല്ല യാതൊന്നിനും കുറവില്ലാത്തതുമായ ഒരു ദേശമാണത്. For the Lord thy God bringeth thee into a good land, a land of brooks, of water, of fountains, and depths that spring out of valleys and hills, a land of wheat and barley, and vines, and fig trees, and pomegranates, a land of oil, olive, and honey, a land wherein thou shalt eat bread without scarceness. Thou shalt not lack anything in it. ഇങ്ങനെ വളരെ ഉന്നതമായ ഗുണവിശേഷങ്ങളോട് കൂടിയതും ദൈവീക പരിപാലനത്തിന് കീഴിലും ഉള്ള ദേശത്തേക്കാണ് ദൈവം അവരെ കൊണ്ടുചെന്ന് ആക്കിയത്. അങ്ങനെ അവരെ ആക്കിയപ്പോൾ തന്നെ സ്നേഹവാനായ ദൈവത്തെ മറന്ന് അവനെ വിട്ടകന്ന് ജീവിച്ചാൽ വരുന്ന വലിയ ശിക്ഷയെക്കുറിച്ചും ദൈവം അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയുണ്ടായി. ഈ ദൈവം അവരെ ശിക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്ന വിധത്തെക്കുറിച്ച് നമുക്ക് ശ്രദ്ധിക്കാം. ആവർത്തന പുസ്തകം 11-ന്റെ 17-ാമത്തെ നാം ഇങ്ങനെ വായിക്കുന്നു: നിങ്ങൾ അന്യ ദൈവങ്ങളെ സേവിച്ചാൽ യഹോവയുടെ ക്രോധം നിങ്ങളുടെ മേൽ ജ്വലിച്ചിട്ട് മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ ആകാശത്തെ അടച്ചു കളയുകയും ഭൂമി അനുഭവം തരാതിരിക്കുകയും യഹോവ നിങ്ങൾക്ക് തരുന്ന നല്ല ദേശത്തു നിന്ന് നിങ്ങൾ വേഗം നശിച്ചു പോവുകയും ചെയ്യുമെന്ന് നാം വായിക്കുന്നുണ്ട്. ഈ നിലയിൽ അവർക്ക് വരുവാൻ സാധ്യതയുള്ള ശിക്ഷയെക്കുറിച്ചും വളരെ വ്യക്തമായി അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയുണ്ടായി. എന്നാൽ നാം ആ ജനത്തെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. അവർക്ക് എപ്പോഴും അന്യ ദൈവങ്ങളോടാണ് ആഭിമുഖ്യമുള്ളത്. അന്യ ജാതികളെയാണ് അവർ എപ്പോഴും അനുകരിപ്പാനായിട്ട് ആഗ്രഹിച്ചിരുന്നത്. വാസ്തവത്തിൽ അവർ ദൈവത്തെ സേവിക്കുന്നുവെന്നും ദൈവത്തെ ആരാധിക്കുന്നു എന്നൊക്കെ ചിന്തിച്ചിരുന്നപ്പോഴും അത് ജാതികളുടെ ആരാധനാക്രമങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് ഉള്ളതായിരുന്നു. അന്യജാതികളെ പോലെ അവർക്കും ആകണമെന്നാണ് അവർ പലപ്പോഴും താല്പര്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ ചിന്ത വാസ്തവമായി അന്യ ദൈവങ്ങളെ ആരാധിക്കുന്നതിലേക്ക് അവരെ നയിക്കുകയും ചെയ്തതായിട്ട് നാം കാണും. എവിടെയാണ് ഇതിൻ്റെയൊക്കെ തുടക്കമുണ്ടായത്? പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ ദൈവം അവർക്ക് വളരെ വ്യക്തമായിട്ട് കൊടുത്തിരിക്കുന്ന കൽപ്പന നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലുമുള്ള യാതൊന്നിൻ്റെയും പ്രതിമയും അരുത്. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത് എന്ന് പറഞ്ഞു കേട്ട ആ ജനം കേവലം 6 ആഴ്ച മോശയെ കാണാതിരുന്നപ്പോഴേക്കും കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി അതിനെ ആരാധിപ്പാൻ തുനിഞ്ഞവരാണവർ. പുറപ്പാട് പുസ്തകം 32-ന്റെ 4-ാമത്തെ വാക്യം നാം ശ്രദ്ധിക്കുക: അപ്പോൾ അവർ ഇസ്രായേലെ, ഇത് നിന്നെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമാകുന്നു എന്ന് പറഞ്ഞു. മിസ്രയീം ദേശത്തിൽ നിന്നും അവരെ വിടുവിച്ച ജീവനുള്ള ദൈവത്തെ അവർ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയതാണ്. എന്നിട്ടാണ് അവർ ഈ നിലയിൽ പറവാനായിട്ട് ഇടയായിത്തീർന്നത്. നാം ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ ഹൃദയം പൊട്ടിത്തകർക്കുന്ന വാക്കുകളായിരുന്നു അവ. പക്ഷേ സ്നേഹവാനായ ദൈവം അവരെ നശിപ്പിക്കാതെ വീണ്ടും വീണ്ടും അവരെ ശിക്ഷിച്ച് വളർത്തുകയാണ് ഉണ്ടായത്. തുടർന്ന് ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രത്തിൽ ഉടനീളം
അവർ അന്യ ദൈവങ്ങളെ സേവിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ജാതികളുടെ അനേകം കാര്യങ്ങളെ അനുകരിക്കുന്നതിനെ ദൈവം വെറുക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ അതിലേറ്റവും അധികമായിട്ട് ഈ പരിശുദ്ധനായ ദൈവം വെറുക്കുന്നത് അവരുടെ ആരാധനാക്രമങ്ങളെ ദൈവജനം അനുകരിക്കുന്നതാണ്. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത് എന്ന് പറഞ്ഞതിൽ നിന്നും അണുവിട വ്യതിചലിപ്പാനായിട്ട് ഈ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവത്തെയും ദൈവ സ്നേഹത്തെയും ദൈവിക കരുതലിനെയും അനുഭവിച്ചറിഞ്ഞ ശേഷം അത് മറന്ന് അത് ത്യജിച്ച് ജീവിക്കുന്ന തൻ്റെ സ്വന്തം മക്കളെ ശിക്ഷിക്കാതിരിക്കുന്നത് ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കും സ്നേഹത്തിനും ചേർന്ന കാര്യമല്ല എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ദൈവം ആ ദേശത്തേക്ക് ക്ഷാമം അയക്കുവാനായിട്ട് ഇടയായി തീർന്നത്. മക്കളെങ്കിൽ ശാസനകൾ സ്നേഹ